വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ദിനത്തിൽ ഇ.പി. മുഖാന്തരം CPM-ന് മുട്ടൻ പണി. പുസ്തക വിവാദം ഇ.പി. പറഞ്ഞതുപോലെ ആസൂത്രിത ഗൂഢാലോചനയോ? അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ. ഇ.പി.യുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് BJP-യിലേക്ക് പോകുന്നു എന്നുള്ള വിവാദം. ഇന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ പടിവാദിക്കൽ അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് ദിവസം. ഇ.പി.യുമായി ബന്ധപ്പെട്ട് വന്നത് ആത്മകഥയുമായി ബന്ധപ്പെട്ട വിവാദം. എന്തായാലും പാർട്ടിക്കാണ് പണി. ഇ.പി. എന്തായാലും ഇലക്ഷൻ സ്റ്റാർ ആവുന്നൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇ.പി. കുറേ നാളായിട്ട് രംഗത്തില്ലായിരുന്നു. പക്ഷെ പെട്ടെന്ന് സുപ്രഭാതത്തിൽ പൊട്ടിപ്പുറപ്പെടുന്ന വിവാദമായിട്ട് ഇ.പി. മാറുന്നു. പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവ്, പിണറായി വിജയൻ കഴിഞ്ഞാൽ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന കേന്ദ്ര കമ്മിറ്റി അംഗം എന്നുള്ള നിലയിലെല്ലാം ശോഭിക്കേണ്ട നേതാവ് ഇപ്പോൾ വിവാദങ്ങളിൽ മാത്രം നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്നത്തെ കാര്യമൊന്നും എടുത്താൽ, അതായത് ഇന്നലെ രാത്രിയാണ് DC ബുക്സിൻ്റെ പേരിലൊരു പോസ്റ്റ് വരുന്നത്, ഫേസ്ബുക്കിൽ പോസ്റ്റ് വരുന്നത്. അത് ഇന്ന് രാവിലെ ടൈംസ് ഓഫ് ഇന്ത്യ വാർത്തയാക്കുന്നു. പിന്നാലെ മലയാളത്തിലെ ചാനലുകൾ അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഇങ്ങനെ പക്ഷേ പ്രതിക്കൂട്ടിലായത് ഇ.പി. ആണ്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടായ വിവാദം, ആ വിവാദത്തിലേക്ക് നമ്മൾ പോയാൽ അന്ന് ശോഭാ സുരേന്ദ്രനാണ് ആ വിവാദത്തിന് തുടക്കമിട്ടത്. ഇ.പി. ജയരാജൻ BJP-യിലേക്ക് വരാൻ ചർച്ച നടത്തി എന്നുള്ളതായിരുന്നു വിവാദം. ജാവേദ്കറുമായി ഇ.പി. ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയെന്ന് പറയാതെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വെച്ചു. പിറ്റേന്ന്, അതായത് തെരഞ്ഞെടുപ്പ് ദിവസം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ ഇ.പി. ജയരാജൻ ജാവദേക്കർ തൻ്റെ ഫ്ലാറ്റിലെത്തി തന്നെ കണ്ടു എന്ന് ഇ.പി. ജയരാജൻ സമ്മതിച്ചതോടുകൂടി CPM പ്രതിരോധത്തിലായി. ആ രീതിയിലുള്ള ഒരു വിവാദത്തിലേക്ക് പാർട്ടിയെ അന്ന് ജയരാജൻ ഒട്ടും ആലോചിക്കാതെ നിലപാട് പറഞ്ഞതിൻ്റെ ഭാഗമായി CPM പ്രതിരോധത്തിലാവുന്നൊരു സാഹചര്യം. ഇന്ന് പക്ഷേ വ്യത്യസ്തനായ ഇ.പി. ജയരാജനെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഇ.പി. ജയരാജൻ അമ്പും വില്ലും എടുത്ത് താൻ ഇങ്ങനെ ഒരു ആത്മകഥ എഴുതിയിട്ടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന, രാവിലെ തൊട്ട് അണുകിട വ്യത്യാസമില്ലാതെ ഇപ്പോൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ, കുറച്ച് നേരം മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിലും അണുകിട വ്യത്യാസമില്ലാതെ രാവിലെ മുതൽ അദ്ദേഹം പറഞ്ഞ നിലപാടുകൾ ആവർത്തിക്കുന്നു. അതായത് ആത്മകഥ എഴുതാൻ താൻ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ആത്മകഥ പ്രകാശിപ്പിക്കാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് ഇതെങ്ങനെ പുറത്തുപോയി എന്നറിയത്തില്ല, തൻ്റെ ആത്മകഥയുടെ പേരിങ്ങനെയല്ല എന്നെല്ലാം പറഞ്ഞ് വിശദീകരിക്കുന്ന ഇ.പി. ജയരാജനെ നമ്മൾ കാണുകയാണ്. പക്ഷേ എന്നാലും CPM-ന് വലിയൊരു ബാധ്യതയായി മാറുകയാണോ ഇ.പി. ജയരാജൻ എന്നുള്ള ചോദ്യമാണ് പാർട്ടി കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. എങ്ങനെയാണ് ഷാനോസ് നോക്കിക്കാണുന്നത്? അൻഷാദെ, ഞാൻ ആദ്യം നാട്ടിലൊക്കെ കേട്ടുള്ളൊരു കഥ പറയാം. നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം ഒക്കെ നടത്തുന്ന ചില ആളുകൾ പറഞ്ഞൊരു കാര്യം, നമ്മൾ ആരാലും ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്നൊരു സമയത്ത് ഏതെങ്കിലും പാവപ്പെട്ടവരെ പിടിച്ച് നടനം കൊടുക്കുക. അതായത് വലിയ പ്രതിയോഗി അടിച്ച് നേതാവുക എന്നുള്ളതല്ല, ഏതെങ്കിലും പാവപ്പെട്ടവരെ പിടിച്ച് നടനം കൊടുക്കുക. അപ്പം പെട്ടെന്ന് നമ്മുടെ പേരൊന്ന് ശ്രദ്ധിക്കപ്പെടും എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അപ്രസക്തനായി പോകുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വിലാപങ്ങളായിട്ടാണ് പലപ്പോഴും ഇ.പി.യുടെ പ്രതികരണങ്ങൾ നമുക്ക് മുമ്പിൽ ഉണ്ടാവുക. അതും കൃത്യം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് CPM, അതായത് CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന, ഒരു പക്ഷേ MV ഗോവിന്ദന് മുമ്പേ CPM സംസ്ഥാന സെക്രട്ടറി, അവിടെ തൊട്ടൊക്കെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഒരാൾ അപ്രസക്തനായി നിൽക്കുമ്പം തൻ്റെ പ്രസക്തി മീഡിയയ്ക്ക് മുമ്പിൽ, സോഷ്യൽ മീഡിയയിൽ, പൊതുവിടത്തിൽ അങ്ങനെ ഒന്ന് കത്തിച്ച് നിർത്താൻ വേണ്ടി ചില സാധനങ്ങൾ വരുന്നു. അതാണ് നമ്മുടെ ഈ ശോഭാ സുരേന്ദ്രൻ്റെ പ്രതികരണത്തിൽ ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച. അവസാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പാപിക്കൊപ്പം ശിവൻ കൂടിയാൽ ശിവനും പാപിയാകുമെന്ന് പരസ്യമായി പിണറായി വിജയൻ പ്രതികരിക്കേണ്ടത്. പിണറായി വിജയൻ അങ്ങനെ സാധാരണ പാർട്ടിക്കാത്ത വിഷയങ്ങളിൽ പൊതുവായി പ്രതികരിക്കാറുള്ളതല്ല. V.S. അച്യുതാനന്ദനുമായി വലിയ തർക്കമുണ്ടായ കാലത്ത് മാത്രമാണ് പൊതുവിടത്തിൽ വന്ന് പാർട്ടി വിരുദ്ധമായി സംസാരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അതിനുശേഷം എനിക്ക് തോന്നുന്നു, ഇങ്ങനെ തൻ്റെ കൂടെ നിൽക്കുന്ന, കേന്ദ്ര കമ്മിറ്റി അംഗമായി നിൽക്കുന്ന ഒരാളെ പൂർണ്ണമായും തള്ളിക്കളയ അല്ലെങ്കിൽ ഒരു കടുത്ത വിമർശനത്തിൻ്റെ ഭാഷ പിണറായി വിജയൻ ഉന്നയിച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ്. അതിനുശേഷം പ്രധാനപ്പെട്ട CPM-നെ സംബന്ധിച്ച് നിർണായകമായ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം തന്നെ ഒരു പ്രധാനപ്പെട്ട ടൈംസ് ഓഫ് ഇന്ത്യ പോലൊരു പ്രധാനപ്പെട്ട, രാജ്യത്തെ പ്രധാനപ്പെട്ട പത്രങ്ങളിലൊന്നിൽ ഈ തൻ്റെ ആത്മകഥയെ സംബന്ധിച്ചുള്ള സുപ്രധാന വിവരങ്ങൾ ആ പത്രം പങ്കുവെക്കുകയാണ്. തൊട്ടു പിന്നാലെ ഈ ടെലിവിഷൻ ചാനലുകൾ സ്വാഭാവികമായിട്ടും ഈ മത്സരത്തിൻ്റെ ഭാഗമാവുകയും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു. പക്ഷെ അൻഷാ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ കാലത്ത് സ്വയം പ്രതിരോധത്തിലാവുന്ന ഇ.പി. ജയരാജനെ അല്ല ഇന്ന് കണ്ടതെന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് വ്യത്യസ്തമായൊരു ഘടകം. ബാക്കിയെല്ലാം ഏതാണ്ട് ഒരുപോലെയാണ്. എല്ലാ സമയത്തും
പാർട്ടിക്കൊരു മുട്ടൻ, നമ്മൾ ഇൻ്റർവ്യൂ പറഞ്ഞു, ഒരു മുട്ടൻ പണി കൊടുക്കുന്ന പ്രവർത്തനം എന്തെങ്കിലും തരത്തിൽ പ്രതികരണങ്ങളിലൂടെയോ പ്രവൃത്തി കൊണ്ടോ ഒക്കെ ഇ പി ജയരാജൻ സൃഷ്ടിച്ചു വെക്കാറുണ്ട്. അത് ഇത്തവണ ഉണ്ടായെങ്കിലും ഇ പി തൻ്റെ പ്രതികരണത്തിൽ കൂടെ പ്രസാധകരായ DC ബുക്സിനെതിരെ രാവിലെ എന്താണോ ഒരു 9 മണി സമയത്ത് അല്ലെങ്കിൽ 8 മണി സമയത്ത് ടെലിവിഷൻ ചാനലുകളുടെ ഓരോ ടെലിവിഷൻ ചാനലിനോടും എന്താണോ പ്രതികരിച്ചത് അതിനേക്കാൾ അല്പം കൂടി കടുപ്പിച്ച് പ്രതികരിക്കാൻ കഴിഞ്ഞ മണിക്കൂറിലും ഇ പി ജയരാജൻ തയ്യാറാവുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ പ്രത്യേകത. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇ പി ജയരാജൻ പറഞ്ഞിട്ട് 200ഓളം പേജ് തയ്യാറാക്കി വെച്ചൊരു ആത്മകഥയാണ് തൻ്റേത്. താൻ DC-യുമായി കരാറിൽ ഏർപ്പെട്ടിട്ടില്ല. അതായത് ക്രിമിനൽ ഗൂഢാലോചന നടത്തി അല്ലെങ്കിൽ അത്തരത്തിലൊരു കുറ്റകൃത്യമാണ് DC ചെയ്തിരിക്കുന്നതെന്നുള്ള അവസാനത്തെ പ്രതികരണങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോഴും ഒരു കടുത്ത അധിക്ഷേപത്തിലേക്ക് അല്ലെങ്കിൽ കടുത്ത ആക്രമണത്തിലേക്ക്, കടുത്ത പരാമർശങ്ങളിലേക്ക് CPM നേതാക്കന്മാർ മൊത്തത്തിൽ DC-ക്കെതിരെ തിരിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുമാത്രമല്ല, ഒരു പിൻവാങ്ങലാണ് പെട്ടെന്ന് DC നടത്തിയിരിക്കുന്നത്. അപ്പോൾ DC-ക്ക് വേണമെങ്കിൽ കരാറുണ്ടോ ഇല്ലെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. ഒരു പുസ്തക പ്രസാധനം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞ് വരുന്നൊരു സംഗതിയാണ്. അതിനകത്ത് കരാർ എന്തായാലും ഉണ്ട്. ഇ പി ജയരാജൻ നിരന്തരം പുസ്തകം എഴുതുന്ന ഒരാളല്ല, ഒരു പ്രമുഖനായ നോവലിസ്റ്റാണ്. വേണമെങ്കിൽ ആ ഒരു കരാറുള്ള വാക്കാൽ തന്നെ വേണമെങ്കിൽ ആ നോവലിസ്റ്റിനോട് അടുത്തത് ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞ് വേണമെങ്കിൽ മുൻപോട്ട് പോകാം. ഇ പി ജയരാജൻ മാസത്തിലോ വർഷത്തിലോ പുസ്തകം ഇറക്കുന്ന ആളല്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, രാഷ്ട്രീയ ജീവിതത്തിലുണ്ടായ കയറ്റിറക്കങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിവാദമായേക്കാവുന്ന ഒട്ടനവധി സംഭവങ്ങൾ നമുക്കത് പുസ്തകം വായിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാവും. എന്തൊക്കെ വിവരങ്ങൾ, അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. അപ്പം അത്തരം ഒരു സംഗതി ആ പുസ്തകം, ഞാൻ പറയുന്നത് ഒരു വാർത്താ രൂപത്തിൽ നമ്മൾ പല പുസ്തകങ്ങളും, ഉദാഹരണമായിട്ട് പറഞ്ഞാൽ പി ജയരാജൻ്റെ പുസ്തകം ഇറങ്ങുന്നു. അപ്പം അത് പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ചില കാര്യങ്ങൾ അത് വാർത്തയാവാൻ സാധ്യതയുള്ള മാർക്കറ്റിംഗ് ആണ്. അതൊരു വിവാദ പരാമർശങ്ങൾ അതിൻ്റെ ഉള്ളടക്കത്തിൽ ചിലപ്പോൾ ഒരു പാരഗ്രാഫോ ചിലപ്പോൾ ഒരു പേജോ ഉണ്ടാകത്തുള്ളൂ. അതിനകത്തൊരു വിവാദമായ ഉള്ളടക്കമുണ്ട്. ആ ഉള്ളടക്കം എടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുക. അതൊരു PR സ്ട്രാറ്റജിയാണ്. ശരിക്കും ഒരു കച്ചവട തന്ത്രമാണ്. തങ്ങളുടെ പുസ്തകം അച്ചടിച്ച് പുറത്തിറക്കും മുമ്പ് എങ്ങനെ ഇതിൻ്റെ വിവരങ്ങൾ വായനക്കാരിലേക്ക് അല്ലെങ്കിൽ വിവാദങ്ങൾ ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് ഇറക്കി വെക്കാവുന്നതാണ് അവരാഗ്രഹം. അത് തെറ്റ് പറയാൻ പറ്റില്ല. അത് ആ സ്ഥാപനങ്ങളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ആലോചിക്കേണ്ട വിഷയമാണ്. പക്ഷെ അത്തരം ഒരു കാര്യത്തിൽ എങ്ങനെയാണ് മറ്റാരും പെട്ടുപോകാത്തതുപോലെ ഇ പി ജയരാജൻ പെട്ടുപോകുന്നത് മനസ്സിലാവുന്നില്ല. അതായത് പി ജയരാജൻ്റെ പുസ്തകം പ്രകാശനത്തിന് മുഖ്യമന്ത്രി ചെല്ലുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ CPM-ന്റെ മലപ്പുറത്തെ പഴയ നേതാവായിട്ടുള്ള, പേര് മറന്നുപോയി, പാലോളി മുഹമ്മദ് കുട്ടിയുണ്ട്. അപ്പം വിവാദം മാദനിയുമായി ബന്ധപ്പെട്ട വിവാദമാണ് അപ്പോൾ കത്തി നിൽക്കുന്നത്. മാദനി പണ്ട് പൊന്നാനിയിൽ പങ്കെടുത്ത വേദിയിലുണ്ടായിരുന്നവരാണ് പിണറായി വിജയനും പാലോളി മുഹമ്മദ് കുട്ടിയും. അപ്പോൾ അവരൊക്കെ വരുമ്പോഴത്തേക്ക് ആ 2 ദിവസം കൊണ്ട് ആ വാർത്ത അസ്തമിച്ചു, ഇല്ലാതാവുകയാണ്. പക്ഷെ ഇവിടെ ഒന്നും ആയിട്ടില്ല. ഒരു പുസ്തകം പുറത്തിറങ്ങാൻ പോകുന്നത് മാത്രമേ ഉള്ളൂ. അവിടെയാണ് പ്രശ്നം. കാരണം ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, ഒരു പുസ്തകത്തിൻ്റെ 5 പേജാണ്, വേണ്ട 10 പേജ് ആയിക്കോട്ടെ. ഇതാണോ ഒരു പുസ്തകത്തിന് 1-ാമത്തെ പേജ് മുതൽ 180-ാമത്തെ പേജ് വരെ 177 PDF, അതായത് 177 നമ്പറുള്ള PDF. അതായത് ഇനി ഒന്നും ബാക്കിയില്ല. അതെ, അത് അവിടെയാണ് ഷാനോസ് എനിക്ക് പറയാനുള്ളത്. അതായത് DC ബുക്സിനെ പോലെ ഇത്രയും ഉത്തരവാദിത്തമുള്ള ഒരു സ്ഥാപനം, ഒരുപാട് പേരുടെ ആത്മകഥ, ഒരുപാട് പേരുടെ പുസ്തകങ്ങൾ, ആദ്യ പുസ്തകങ്ങൾ, രണ്ടാമത്തെ പുസ്തകങ്ങൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടുള്ള അല്ലെങ്കിൽ പുസ്തക രൂപത്തിലാക്കിയിട്ടുള്ള ഏറ്റവും മലയാളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ തന്നെ വലിയ സ്ഥാനമുള്ള DC ബുക്സ്. ആ DC ബുക്സിൻ്റെ പേരിൽ ഇന്നലെ രാത്രി അർദ്ധരാത്രിയോടെ ഇ പി ജയരാജൻ്റെ ആത്മകഥ നാളെ 10:30 പുറത്തുവിടുന്നു, അല്ലെങ്കിൽ നാളെ 10:30 പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറയുന്ന ഒരു വാർത്ത വരുന്നു. ഒന്ന് നോക്ക്, DC ബുക്സ് മാർക്കറ്റിംഗ് അറിയാവുന്ന, മാതൃഭൂമി പോലെ അപ്പുറത്ത് എതിർ ചേരിയിൽ നിൽക്കുന്ന വലിയ ടീമുകളുള്ള സമയത്ത് ഒരു വലിയ വിപണന തന്ത്രം പയറ്റാൻ പറ്റിയ ഒരാളുടെ പുസ്തകം, അതായത് മാതൃഭൂമി ഇപ്പോൾ ഷാനോസ് പറഞ്ഞതുപോലെ പി ജയരാജൻ്റെ പുസ്തകത്തിൻ്റെ സമയത്ത് എന്താണ് ചെയ്തത്, അതിനെ മാർക്കറ്റ് ചെയ്തു, കൃത്യമായി മാർക്കറ്റ് ചെയ്തു. അങ്ങനെയുള്ള DC ഈ അർദ്ധരാത്രി നാളെ പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. അതായത് EP കുഴപ്പത്തിലാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ EP കുഴപ്പത്തിലാവുകയും, അപ്പോൾ EP അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത് എന്താണ്, താനൊരു ഏറ്റവും വിശ്വസ്തനായ സഹായിയെ ഈ പുസ്തകം എഴുതാൻ ഏൽപ്പിച്ചിരുന്നു. അതായത് താൻ എഴുതി കൊടുക്കുന്നത് പകർത്തി എഴുതാൻ ഏൽപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പോകുമെന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നു. നമുക്ക് DC-യുടെ കാര്യത്തിലേക്ക് തിരികെ വന്നാൽ
അസാധാരണമായിട്ട് സംഭവിച്ചത് എന്താണ്? നമ്മൾ സാധാരണ ഇപ്പോൾ ഷാനോസ് പറഞ്ഞതുപോലെ ഒരു പുസ്തകം ഇറങ്ങുന്നുവെങ്കിൽ അതിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട്, അതിൻ്റെ പരസ്യത്തിൻ്റെ ഭാഗമായിട്ട് ആ പുസ്തകം വിവാദങ്ങളിൽ നിറയ്ക്കാൻ, അല്ലെങ്കിൽ ആ പുസ്തകം പ്രേക്ഷക ശ്രദ്ധയിലേക്ക് എത്തിക്കാൻ വേണ്ടി 1-2 പേജ് പുറത്തുവിടാറുണ്ട്. 1-2 പേജിൻ്റെ സ്ക്രീൻഷോട്ട് പുറത്തുവിടാറുണ്ട്. അങ്ങനെ പലർക്കും ആ വിവരം എത്താറുണ്ട്. ഇപ്പോൾ പി ജയരാജൻ്റെ പുസ്തകമായാലും ശരി, അങ്ങനെയാണ്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ഷാനോസ് പറഞ്ഞ 177 പേജും പുറത്തു വന്നു. ഇനി ആ പുസ്തകം പ്രസിദ്ധീകരിച്ച് ഇറക്കിയിട്ട് എന്ത് കാര്യം എന്നുള്ള ഒരു തോന്നൽ വരെ ഉണ്ടാകുന്നു. ഒരുപാട് സംശയങ്ങൾ ഉണർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് DC ബുക്സിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല ഇതിൽ കോൺട്രാക്റ്റ് ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് വാക്കാലുള്ള എന്തോ ഒരു വാക്കാൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് EP ജയരാജന് DC-യുമായിട്ടല്ല വാക്കാൽ പറഞ്ഞിരിക്കുന്നത്. EP ജയരാജൻ ആരെയാണോ പകർത്തി എഴുതാൻ ഏൽപ്പിച്ചത്, അദ്ദേഹം ആരാണെന്ന് നമുക്കറിയത്തില്ല, അദ്ദേഹവും DC-യുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്തോ നടന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം EP ജയരാജൻ എഴുതിയ എല്ലാം തന്നെ അവിടേക്ക് DC-യിലേക്ക് എത്തിയിട്ടുണ്ട്. DC-യിലേക്ക് എത്താതെ ഇങ്ങനെ ഒരു PDF പുറത്തു വരാൻ സാധ്യതയില്ല. പക്ഷേ അപ്പോഴും EP ജയരാജൻ പറയുന്നത് എന്താണ്? മാതൃഭൂമിയുമായിട്ടാണ് ഞാൻ ചർച്ച നടത്തിയിട്ടുള്ളത്, ശശിയുമായിട്ടാണ് അവിടെ ചർച്ച നടത്തിയിട്ടുള്ളത് എന്നാണ് EP ജയരാജൻ ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? ഇത് ഒന്നുകിൽ DC മനഃപൂർവ്വം ചെയ്തത്, അതായത് ഉപതെരഞ്ഞെടുപ്പിൻ്റെ അന്ന് രാവിലെ, ഈ 2 ഉപതെരഞ്ഞെടുപ്പ്, വയനാടും ചേലക്കരയും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ അന്ന് രാവിലെ, അതും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ബാക്കിയുണ്ട് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർക്കണം. ആ സമയത്ത് അന്ന് രാവിലെ ഇങ്ങനൊരു വിവാദം കത്തിക്കുന്ന രീതിയിലേക്ക് DC-യുടെ ഭാഗത്ത് നിന്ന് അറിഞ്ഞോ അറിയാതെയോ, അറിഞ്ഞ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നത്, അറിഞ്ഞ് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു. DC ഇപ്പോഴും DC-യുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിൽ നിന്ന് ഇത് ഡിലീറ്റ് ചെയ്തിട്ടില്ല. അവർ പറഞ്ഞത് സാങ്കേതികമായ ചില കാരണങ്ങളാൽ ഈ പ്രസിദ്ധീകരിക്കുന്നത് മാറ്റിവെച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല നിഷേധക്കുറിപ്പാണ് DC ഇറക്കിയിരിക്കുന്നത്. മാത്രമല്ല വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക്, നമ്മൾ ചാനലിൻ്റെയൊക്കെ പിന്നെ പോസ്റ്റുകളുടെ താഴെ ഇത്രയും വലിയ സൈബർ അറ്റാക്ക് കണ്ടിട്ടുണ്ട്. പക്ഷേ DC അല്ല, ഇത് DCC ആണ് എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് നേരിടുന്ന കേരളത്തിലെ ഏറ്റവും ചരിത്രപരമായ പ്രാധാന്യമുള്ള ഒരു പുസ്തക പ്രസിദ്ധീകരണശാലയ്ക്ക് ഇങ്ങനെ ഒരു ഗതികേട് വന്നല്ലോ എന്ന് ഓർക്കുന്ന രീതിയിലുള്ള വലിയ സൈബർ അറ്റാക്കാണ് ഇപ്പോൾ DC നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ആര് പറയുന്നത് വിശ്വസിക്കണം എന്നുള്ള നിലയിലേക്ക് നമ്മൾ എത്തുകയാണ്. ഒന്നുകിൽ DC-യിലെ വേണ്ടപ്പെട്ടവർ അറിഞ്ഞു, അല്ലെങ്കിൽ അവിടെ നിന്ന് ആരോ ചോർത്തി. ഇതിലേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പോഴും ഇന്ന് EP ജയരാജൻ എന്താണ് പറയുന്നത്? ഞാൻ DC-യെ ഏൽപ്പിച്ചിട്ടില്ല, എൻ്റെ പേര് ഇങ്ങനെ അല്ല എന്ന് EP ജയരാജൻ ഒരു മറുചോദ്യത്തിന് പോലും വകയില്ലാത്ത രീതിയിൽ പറയുകയാണ്. അപ്പോൾ ഒരാൾ എഴുതിയ പുസ്തകം, അദ്ദേഹം എഴുതിയ വാക്കുകൾ, അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയ അക്ഷരങ്ങൾ, അദ്ദേഹം എഴുതിയ അനുഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഞാൻ എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു. ആ പുസ്തകത്തിൻ്റെ കാര്യം അവിടെ തീർന്നു. അതായത് ഞാൻ എഴുതിയിട്ടില്ല എന്ന് പണ്ട് നമ്മൾ P. സുരേന്ദ്രൻ ഒക്കെ ഒരു പുസ്തകം പ്രസാധകരെ കൊണ്ട് പിൻവലിപ്പിക്കുന്നൊരു സാഹചര്യം വരെ ഉണ്ടായി. അദ്ദേഹം എഴുതി പുറത്തുവിട്ട പുസ്തകം പിന്നീട് പ്രസാധകരെ കൊണ്ട് എന്നെ പിൻവലിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതുപോലൊരു സാഹചര്യത്തിലേക്ക് ഈ കാര്യം എത്തുകയാണ്. അതായത് EP ജയരാജൻ പറയുന്നത് ഞാൻ എഴുതിയിട്ടില്ല എന്നാൽ ഇത് എൻ്റേതല്ല, ഇത് എൻ്റെ ഇങ്ങനെ അല്ല എന്ന് അദ്ദേഹം പറയുന്നിടത്ത് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രസക്തി നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. പിന്നെ ഇത് പെട്ടെന്ന് തീരുമാനിച്ച ഒരു പരസ്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോഴും എവിടെയോ എന്തോ ഒരു പാളിച്ച പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ 177 പേജ് പുറത്ത് വരില്ല. 177 പേജ് പുറത്തു വന്നു. 177 പേജ് നമ്മൾ വായിച്ച് ഒറ്റ നോട്ടത്തിലൊക്കെ വായിച്ച് നോക്കുമ്പോൾ അതിൽ വിവാദമാകാൻ സാധ്യതയുള്ള ചില സാധനങ്ങൾ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നു. അത് ഒന്ന് P. സരിനെ കുറിച്ചുള്ള പരാമർശം, രണ്ടാമത് രണ്ടാം LDF സർക്കാർ അത്രയ്ക്ക് പോരാ എന്ന് പറയുന്ന പരാമർശം, അതെ അൻവറിനെ കുറിച്ചുള്ള, അത് P. സരിനുമായി ബന്ധപ്പെടുത്തിയാണ് അൻവറെ കുറിച്ചുള്ള പരാമർശം. അതെ അതാണ് നമുക്ക് ഇതിൽ എന്തൊക്കെയോ ഗൂഢാലോചന, എന്തോ ചില പ്രശ്നങ്ങളുണ്ട്. EP പറയുന്നതാണ് വിശ്വസിക്കാൻ ഇഷ്ടമെന്ന് MV ഗോവിന്ദൻ പറയുമ്പോൾ നമുക്കും EP പറയുന്നത് വിശ്വസിക്കാനാണ് തോന്നുന്നത്. കാരണം അദ്ദേഹം ആ രീതിയിലാണ് ഇന്ന് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. സാധാരണ അന്ന് ജാവദേക്കറുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൽ നിന്ന് വിഭിന്നമായി EP ഇന്ന് പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാണ്, കുറച്ചുകൂടിയല്ല കൃത്യമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഞാനിപ്പോൾ ഇതിൻ്റെ PDF നോക്കുക, അതായത് ഒന്ന് ഈ ഫോണ്ട് സ്ഥിരമായി
DC ഉപയോഗിക്കുന്ന ഫോണ്ടാണ്, പുസ്തകങ്ങൾക്ക് DC ഉപയോഗിക്കുന്ന ഫോണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു മൊത്തത്തിലായിട്ടില്ല, ഇത് കുറച്ച് അപൂർണം എന്ന് പറയാം. പക്ഷേ ഇത്രയും പേജുകൾ ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് ഇങ്ങനെ പേജുകളാക്കുക എന്ന് വെച്ചാൽ കുറച്ച് ദിവസത്തെ പണി. DC സംബന്ധിച്ച് പുസ്തകം എനിക്ക് മനസ്സിലായെന്ന് പുസ്തകം അച്ചടിച്ചിട്ടില്ല. ഈ ഒറ്റ പുസ്തകം അച്ചടിച്ച് ഇന്ന് ഒരു പക്ഷേ പ്രസിദ്ധീകരണത്തിലേക്ക് പോവുകയാണ്, പ്രകാശനത്തിലേക്ക് പോവുകയാണെങ്കിൽ, പ്രകാശനം എന്നുള്ളത് അവിടെ അല്ല, പുസ്തകം പുറത്തിറക്കുന്നു എന്നുള്ളതാണ്. അപ്പം അപ്പോൾ ഒരു ചടങ്ങ് പോലും ഇല്ലാതെ EP ജയരാജനെ പോലെ ഒരാളുടെ ആത്മകഥ പുറത്തിറക്കുമെന്ന് എങ്ങനെ നമ്മൾ വിശ്വസിക്കും? പക്ഷേ എനിക്ക് അൻഷാദ് പറഞ്ഞതിനോട് കുറച്ച് വിഭിന്നമായ നിലപാടാണ് എനിക്കുള്ളത്. കാരണം ഇത്രയും പേജ് സെറ്റ് ചെയ്യുക എന്നുള്ളതൊരു കാര്യം. ഒന്ന് DC-യുടെ ഫോണ്ടാണിത്, പിന്നെ ഇത് ഇത്രയും സെറ്റ് ചെയ്തു, ഇപ്പൊ ചിത്രങ്ങൾ അടക്കം ഉപയോഗിച്ച് പേജ് നമ്പറൊക്കെ കൃത്യമായിട്ടിട്ട് വായിച്ചു നോക്കിയിടത്തോളം വലിയ തെറ്റുകൾ കാണുന്നില്ല. അത് അക്ഷര തെറ്റുകളൊക്കെ നോക്കുക എന്നുള്ളതാണല്ലോ, പ്രൂഫ് കൊടുത്തു എന്ന് പറഞ്ഞാൽ തന്നെ അത് ഒരുപാട് ചിത്രങ്ങൾ ഉള്ളടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംഗതി വെറുതെ ഒരു സുപ്രഭാതത്തിൽ DC-യെ പോലെ, അതൊക്കെ DC കേരളത്തിലെ പ്രസാധക രംഗത്തെ അധികായരാണ്, അതിനുശേഷം ബാക്കി എല്ലാവരും വരുന്നുള്ളൂ. കേരളത്തിൽ മലയാള സാഹിത്യ രംഗത്തെ പ്രസാധക രംഗത്തെ അധികായരാണ് DC. ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പുസ്തകത്തിന് വേണ്ടി അവരുടെ മുഴുവൻ അന്തസ്സും കളഞ്ഞു കുളിക്കും എന്ന് വിശ്വസിക്കുക കുറച്ച് പാടാണ്. കാരണം അവരെ സംബന്ധിച്ച് കേരളത്തിലെ അവിടെയാണ് എനിക്ക് ഗൂഢാലോചന മണക്കുന്നത്. അതായത് കേരളത്തിലെ പുസ്തക പ്രസാധകൻ എന്നത് മാത്രമല്ല, വിദേശത്തുള്ള ഇംഗ്ലീഷ് അല്ലെ മറ്റു ഭാഷകളിലെ എഴുത്തുകാരുടെ അടക്കം പുസ്തകങ്ങൾ വിവർത്തനം ചെയ്തിറക്കുന്നുണ്ട് DC. എന്ന് വെച്ചാൽ അതൊരു എല്ലാ പുസ്തകമേളകളിലും മെയിൻ അട്രാക്ഷനുമാണ്. അതെ. അപ്പം വിദേശത്തുള്ള പല ആളുകളുടെയും പുസ്തകങ്ങൾ വാങ്ങി ട്രാൻസ്ലേറ്റ് ചെയ്ത് പുറത്തിറക്കുന്ന ഒരു പ്രസാധകശാലയും കൂടിയാണ് DC. അവർക്കപ്പം ഇവിടെ മാത്രമല്ല, ഇവിടുത്തെ ബിസിനസ്സിനെ മാത്രമല്ല അത് ബാധിക്കുന്നത്. ഇവർ പ്രൂഫ് പുറത്തു വിടുന്ന ഒരു പ്രസാധകശാല എന്ന് പറഞ്ഞാൽ പിന്നെ അവരുടെ മുഴുവൻ ഐഡന്റിറ്റിയും ക്രൈസിസിലായി. പിന്നെ അവരെ സമീപിച്ച് ആര് വരും? ഞാൻ ഒരു പുസ്തകം ഇതിന്റെ കൂടെ എനിക്ക് ഒന്ന് പറയാനുള്ളത്, ഈ റാം കെയർ ഓഫ് ആനന്ദിയുടെ അഖിൽ ധർമ്മജൻ എഴുതിയ പുസ്തകത്തിന്റെ PDF ചോർത്തി എന്നുള്ള പേരിൽ കേസ് നടക്കുന്നുണ്ട്. രണ്ടുപേരും അറസ്റ്റിന്റെ വക്കിലാണ്. അതാണ് ഞാൻ പറയാൻ വന്നൊരു വിഷയം. അഖിൽ P. ധർമ്മജന്റെ പുസ്തകത്തിന് PDF ഇറങ്ങാന്ന് വെച്ചാൽ അതോടുകൂടി പുസ്തകം പുറത്തായി. ഞാനും പറഞ്ഞത്, കാശ് മുടക്കി ഇപ്പം 250-300 രൂപ വില വരുന്നൊരു പുസ്തകം ഫ്രീ ഓഫ് കോസ്റ്റിൽ നമ്മുടെ ഫോണിലേക്ക് വരികയാണ്. പിന്നെ പുസ്തകം എന്താണ് പ്രസക്തി? അതായത് ഇങ്ങനൊരു സാധനം DC പുറത്തു വിട്ടാൽ DC-ക്ക് ലാഭത്തെക്കാൾ കൂടുതൽ നഷ്ടമാണ് ഉണ്ടാകുന്നത്. DC-ക്ക് കളിയിൽ ഒരു ലാഭവും ഇല്ല. ഇതുകൊണ്ട് എന്തെങ്കിലും തരത്തിൽ ലാഭം ഉണ്ടെങ്കിൽ EP ജയരാജൻ്റെ ചരിത്രം പരിശോധിച്ചാൽ EP ജയരാജന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്നത്തെ ദിവസം മാറിപ്പോയെന്നൊരു സംശയം മാത്രമേ എനിക്കുള്ളൂ. ചിലപ്പം പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസമോ വല്ലതും അടിക്കാൻ വെച്ചിരുന്നാണെന്നൊരു സംശയം എനിക്കുണ്ട്. കാരണം പിന്നെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതുപോലെ ചേലക്കരയിൽ കൂടുതൽ ശ്രദ്ധ UDF ചെലുത്തുന്നുണ്ട്. വേണമെങ്കിൽ UDF-ന് വേണമെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സാധ്യത ഉപയോഗിക്കാം. അപ്പോഴും അൻഷാദ് പറഞ്ഞതിന് നേർ വിപരീത ദിശയിലാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. കാരണം എന്തിനാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ പേരിൽ ചിലപ്പോൾ ഒരു 10,000, 10,000, 15,000 അല്ല 50,000 കോപ്പി വിറ്റിരുന്ന ഒരു പുസ്തകത്തിന് വേണ്ടി ഇത്രയും, അതായത് ഒരു പൈതൃകം പോലെ രവി DC-ക്ക് കിട്ടിയതാണ്. ഇങ്ങനെ വരുന്നതാണ് ഒരു കുടുംബ സ്വത്തായിട്ട് കൊണ്ടുവരുന്ന കേരളത്തിലെ നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന ഒരു പ്രസാധശാല EP ജയരാജൻ്റെ പുസ്തക പ്രസിദ്ധീകരണത്തിന് വേണ്ടി മാത്രമായി അവരുടെ എല്ലാ ഡിഗ്നിറ്റിയും കളഞ്ഞു കുളിക്കുന്നു വിശ്വസിക്കാൻ. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ അത് ഷാനോസ് മനസ്സിലാക്കിയതിൻ്റെ പ്രശ്നം. ഞാൻ പറഞ്ഞത് ഇത് പരസ്യത്തിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ പുറത്തുവിട്ടതാകാം. അതല്ല എങ്കിൽ ഞാൻ രണ്ടാമതൊരു കാര്യം കൂടെ പറഞ്ഞു. രണ്ടാമത് ഞാൻ പറഞ്ഞത് എന്താണ്, അല്ലെങ്കിൽ DC-ക്ക് അകത്ത് നിന്ന് തന്നെ ഇത് ചോർന്നു, എന്തോ തരത്തിൽ ചോർന്നു. അവിടുത്തെ എന്തോ ആഭ്യന്തര പ്രശ്നങ്ങളുടെ പേരിലോ ഏതോ രീതിയിലോ ഏതോ സ്വാധീനത്തിന്റെ പേരിലോ ഇത് ചോർന്നു. അല്ലെങ്കിൽ പിന്നെ ഇതെങ്ങനെ പുറത്തു വന്നു? അങ്ങനെ ചോരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ചോരുന്നവരൊന്നും, ഞാൻ പറഞ്ഞ ഒരു സ്വർണ്ണക്കടയിൽ ഒരു തരി സ്വർണ്ണമെങ്കിലും വസ്ത്രത്തിൽ ഒളിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരാളെ ജോലിക്ക് എടുക്കുമോ? ഏതെങ്കിലും തരത്തിൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള അത്ര ശ്രദ്ധയാണ് ചില ബിസിനസ്. 177 പേജ് PDF അല്ല, ഇത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലെന്നല്ല അൻഷാദ്, ഇത് വളരെ നിസ്സാരമായിട്ട് കണ്ടുപിടിക്കാൻ കഴിയുന്ന സംഗതിയാണ്. ഇത് PDF ഉണ്ടാക്കുക വെച്ചാൽ ഒന്നിൽ മൊബൈലിൻ്റെയോ, ഇത് PDF എന്ന് വെച്ചാൽ ഇത് മൊബൈൽ ചെയ്തതല്ല, ഇത് കമ്പ്യൂട്ടർ ജനറേറ്റർ സാധനമാണ്. കാരണം ഇത് കമ്പ്യൂട്ടർ നമ്മൾ പ്രിന്റിന് പകരം പേജ് ചെയ്യുമല്ലോ, നമ്മൾ പത്രങ്ങളുടെ പേജ് ചെയ്യുന്ന പോലെ പുസ്തകങ്ങളുടെ പേജ് ചെയ്യും. അത് അവരൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചായിരിക്കും ചെയ്യുന്നത്. ആ സോഫ്റ്റ്വെയർ ഒരു വേഡ് ഫയലാണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ആ വേഡ് ഫയലിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് PDF ആക്കണമല്ലോ. PDF ആക്കുമ്പോഴാണ് 1, 2, 3, 1, 2, 3 ക്രമത്തിൽ പേജുകളാണ്. അപ്പോൾ ഷാനോസ് പറഞ്ഞു വരുന്നത് ഇത് DC-യുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നതല്ല. ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു പക്ഷേ ഈ പറഞ്ഞ കരാറില്ലെന്ന് EP ജയരാജൻ ഉറപ്പിച്ച് പറയുമ്പോഴും ഒരു പുസ്തകം അച്ചടിക്കാന്ന് വെച്ചാൽ, ഞാൻ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എൻ്റെ നാട്ടിൽ. അപ്പോൾ ഇത് കുറച്ച് നമ്മൾ കുറേ പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ. DC-യൊക്കെ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. അപ്പോൾ ഇവർ ഇതിൻ്റെ എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് ഒരു കോപ്പി EP ജയരാജൻ അയച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. അതായത് നമ്മൾ തുടക്കത്തിൽ പറയാൻ വിട്ടു എഗ്രിമെൻ്റ് ഉണ്ടാകും. അപ്പം എത്ര കോപ്പി എന്നുള്ളത് എഗ്രിമെൻറ്റിലുണ്ടാവും.
റോയൽറ്റി തുക എത്രയാണെന്നുള്ളത് നേരത്തെ തന്നെ തീരുമാനിക്കപ്പെടും. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ കരാറുണ്ടാകുന്നത്. എന്നിട്ട് ഇതൊരു പ്രൊഫഷണൽ സ്ഥാപനമാണല്ലോ, ചുമ്മാ അച്ചടിച്ചിറക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും തിരുത്ത് എഴുത്തുകാരുണ്ടോ എന്നുള്ളത് അവർക്ക് അറിയേണ്ടതുണ്ട്. അക്ഷരത്തെറ്റുകളുണ്ടോ, അല്ലെങ്കിൽ പ്രയോഗപരമായി ചിലപ്പോൾ ഇത് കണ്ണൂരുള്ള ഒരു നേതാവിൻ്റെ ആത്മകഥയാണ്. അപ്പം അവിടുത്തെ പ്രയോഗവും പൊതു മലയാളി ഉപയോഗിക്കുന്ന പ്രയോഗങ്ങൾ തമ്മിൽ വലിയ തരത്തിലുള്ള വ്യത്യാസമുണ്ടോ, ഇതൊക്കെ മനസ്സിലാക്കേണ്ടതിന് വേണ്ടി ഈ പ്രസാധകശാല സ്വാഭാവികമായിട്ടും അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഈ പുസ്തകത്തിൻ്റെ PDF അയച്ചു കൊടുക്കും. ഞാൻ പറഞ്ഞത് ഇതുപോലെ തന്നെ ഞാൻ നാട്ടിലിറക്കിയ അങ്ങനെ അയച്ചു കൊടുത്ത PDF പുറത്തു വന്നു എന്നാണ് ഞാൻ അല്ലാതെ എങ്ങനെ പുറത്തു പോകും? അപ്പോഴും സംശയം ഞാൻ അങ്ങനെ എത്ര പുസ്തകം അപ്പോഴും പ്രശ്നമുണ്ട്. അപ്പോഴുള്ള പ്രശ്നം എന്താണ്, എങ്ങനെയാണ് അപ്പോ DC ബുക്സിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത്? അല്ല, DC ബുക്സ് ഞാൻ പറയുന്നത് അവർ ഈ പുസ്തകം അച്ചടിക്കാൻ തീരുമാനിച്ചതാണ്. ഞാൻ നേരത്തെ അൻഷാദ് പറയുന്നത് അച്ചടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എൻ്റെ വിശ്വാസം അത് അച്ചടിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. എൻ്റെ വിശ്വാസം. അതായത് ഷാനോസ് പറയുന്നത് ഇത് പുസ്തകം പുറത്തിറക്കാൻ തീരുമാനിച്ചു. ഇന്ന് 10:00 പുസ്തകം പുറത്തിറക്കാൻ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിട്ട് പോസ്റ്റ് ഇട്ടതാണ് എന്ന് പറയുമ്പോൾ ഇത് EP ജയരാജൻ പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടില്ല. അതെങ്ങനെ എന്നെ സംബന്ധിച്ച് അല്ല, ഈ ഒരു EP ജയരാജനെ പോലെ എൻ്റെ ഒരു ന്യായമായ സംശയം ഇതാണ്. EP ജയരാജനെ പോലെ ഇത്രയും വലിയൊരു രാഷ്ട്രീയ നേതാവ്, മന്ത്രിയായിട്ടുള്ള വ്യക്തിത്വം, CPM കേന്ദ്ര കമ്മിറ്റി അംഗം, CPM ഇന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞാൽ സീനിയർ ആയിട്ടുള്ള വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഇറങ്ങുമ്പോൾ അതിനൊരു പ്രകാശന ചടങ്ങെങ്കിലും വേണ്ടേ? അല്ല, പ്രകാശനമല്ല ഇവിടെ പ്രശ്നം. ഇവിടെ പുസ്തകം ഇറങ്ങുന്നു, അതായത് പുസ്തകം അച്ചടിച്ച് എത്തിക്കുന്നുള്ളതാണ്. പ്രകാശനം വേറെ തന്നെ ചടങ്ങാണ്. അത് സ്വാഭാവികമായിട്ട് എഴുത്തുകാരോട് ആലോചിച്ചിട്ട് പിന്നെ ഇതുപോലൊരു പുസ്തകം ഈ പറഞ്ഞ മുഖ്യമന്ത്രിയെ ഡയറക്റ്റായിട്ട് വിമർശിക്കാത്തൊരു പുസ്തകമാണ്. വിവാദ വിഷയങ്ങൾ ചെറുതൊക്കെ P ജയരാജന്റെ പുസ്തകത്തിൽ ഉണ്ടായിട്ടും അത് പ്രകാശനം ചെയ്തത് മുഖ്യമന്ത്രിയാണല്ലോ എന്ന് പറയുന്ന പോലെ അതിനുശേഷമാണല്ലോ ഇറങ്ങിയത്. അതെ, ഞാൻ പറഞ്ഞത് അല്ല, രണ്ടു തരത്തിലും ചെയ്യാം. പുസ്തകം പ്രിന്റ് ചെയ്ത് വെക്കാം. ഞാൻ പറഞ്ഞ DC പോലൊരു സ്ഥാപനം അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പുസ്തകം അച്ചടിക്കാൻ പോകുന്നത് വെറുതെ പറയുമോ? അവിടെയാണ് എന്റെ പ്രശ്നം. അവിടെയാണ് ഞാനും ഞാൻ മനസ്സിലാക്കുന്നത്. അവര് ഇത് പ്രസിദ്ധീകരണത്തിന് തയ്യാറായി നിന്നിരുന്നു. അവർ പുസ്തകം പുറത്തിറക്കുമെന്ന് പറഞ്ഞാൽ പുസ്തകം പുറത്തിറക്കും. അതിനകത്ത് പ്രശ്നം, വലിയ പ്രശ്നമുണ്ട്. എല്ലാത്തരം ഗ്രാഫിക്കൽ സംവിധാനങ്ങളുണ്ട്, ടൈപ്പ് സെറ്റ് ചെയ്യാൻ. അപ്പോൾ ഷാനോസ് പറഞ്ഞു പറഞ്ഞത് DC ഭാഗത്ത് നിന്നല്ല, ഇത് EP ജയരാജനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തുപോയി എന്നുള്ളത്. അല്ലാതെ എന്ത് സാധ്യതയാണ്? ഞാൻ പറഞ്ഞത് അങ്ങനെ സ്വർണ്ണ ഓരോ തരി സ്വർണ്ണം വെച്ച് കടന്ന ഒരാളെ സ്വർണ്ണക്കട പണിക്ക് വെക്കുമോ? എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും അല്ല, അപ്പോഴും ഷാനോസ് ഇപ്പോൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അപ്പോഴും DC ഭാഗത്ത് ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത്, അതിൻ്റെ ഒരു വിശദീകരണം ഇതുവരെ ഈ വിവാദം ഇങ്ങനെ കത്തി നിന്നിട്ടും വന്നിട്ടില്ല. അവർ ഈ പോസ്റ്റ് ഇട്ട് പിൻവലിഞ്ഞു എന്നതിനപ്പുറം, അവരുടെ കമൻറ്റ് ബോക്സ് പൂട്ടി എന്നതിനപ്പുറം DC ബുക്സ് ഇതുവരെ ഇതിന് ഒരു കൃത്യമായ ഉത്തരം, കരാറുണ്ടായിരുന്നോ, EP ജയരാജൻ പറയുന്നതിന് മറുപടി ഉണ്ടോ? EP ജയരാജൻ കൃത്യമായി രവി DC-യുമായി സംസാരിച്ചു എന്ന് പറയുന്നു. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഉണ്ടായത് ശരിയല്ല എന്ന് പറയുന്നു. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് DC തലത്തിൽ DC-യുടെ ആഭ്യന്തരമായിട്ടുള്ള ഒരു അന്വേഷണം തുടങ്ങി എന്നുള്ളതാണ്. അതായത് അതുപോലെ DGP-ക്ക് പരാതി കൊടുത്തിട്ടുണ്ട് EP ജയരാജൻ. അല്ല, കൊടുത്തെങ്കിൽ തന്നെയും ഈ DC ബുക്സ് എന്ന് പറയുന്നത് സർക്കാരുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ KLF നടക്കുന്നുണ്ടല്ലോ. ഇതിനൊക്കെ സർക്കാരിൻ്റെ ഫണ്ടും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. സർക്കാരുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് വന്ന രണ്ട് ദിശയിൽ സഞ്ചരിക്കുന്ന ഒരു സ്ഥാപനമല്ല DC ബുക്സ്. അപ്പം CPM-ഉമായിട്ട് വലിയ ബന്ധമുണ്ട്. അപ്പം CPM-ന്റെ ഏതെങ്കിലും നേതാക്കന്മാർ വിളിച്ച് പറഞ്ഞാൽ ഈ വിവാദങ്ങളിൽ വിട്ടു നിൽക്കാൻ അവർ ശ്രമിക്കും. അവരെ സംബന്ധിച്ച് 2 വർഷം ഒരു വിശദീകരണം വേണ്ടേ? കരാറില്ലെന്നോ ഉണ്ടെന്ന് അവർക്ക് പറയാം. ഞാൻ തുറന്നിട്ട് പറഞ്ഞു, അവർ പറയേണ്ടതാണ്. അവർ പറയുമ്പോഴേ ക്ലാരിറ്റി വരത്തുള്ളൂ. പക്ഷേ ഈ 150 പേജ് വരുന്ന പുസ്തകം തയ്യാറാക്കി വെച്ചിട്ട് അത് തയ്യാറാക്കിയത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഞാനൊന്നും DC-യോട് ചുമ്മാ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ഇത് ഉണ്ടായി വരിക? പക്ഷേ EP ജയരാജൻ പറയുന്നത് ഈ മാതൃഭൂമിയായിട്ടാണ് ഞാൻ ചർച്ച നടത്തിയിട്ടുള്ളത്, ശശിയുമായിട്ടാണ് ചർച്ച നടത്തിയിട്ടുള്ളത്. നമ്മൾ അത് ഷാനോസ് പറയുന്നതിൽ കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എനിക്ക് വിയോജിപ്പുകളുണ്ട്. അതായത് ഈ DC ബുക്സിൻ്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയോ പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ, ഈ മൊത്തം വിവാദങ്ങളിൽ നിന്ന് നമ്മൾ നോക്കിക്കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപാട് പുസ്തകം പുറത്തിറക്കുന്ന ആൾക്കാരുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ഇപ്പം ഞാൻ ഇക്കാര്യം നമ്മൾ സുബീഷ് തെക്കൂട്ടിൻ്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹമൊക്കെ പറയുന്നത് പുസ്തകം പുറത്തിറക്കുന്നതിന് കുറേ നടപടിക്രമങ്ങളുണ്ട്. ഒരു സുപ്രഭാതത്തിൽ ഒരു പോസ്റ്റ് ഇട്ട് പുസ്തകം ഇറക്കാൻ പറ്റില്ല. ഒരു പോസ്റ്റ് ഇട്ട് ഒരു പുസ്തകം പുറത്തിറക്കാൻ പറ്റില്ല. ഇപ്പോൾ EP ജയരാജനെ പോലെ 75 വയസ്സ് അടുത്ത് നിൽക്കുന്ന ഒരു നേതാവ് അദ്ദേഹത്തിന്റെ പുസ്തകം പുറത്തിറക്കുന്നതിന് മുമ്പ് ഒരു പ്രകാശന ചടങ്ങെങ്കിലും വെക്കില്ലേ എന്നുള്ളതാണ് എൻ്റെ ന്യായമായ ചോദ്യം. അതായത് ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ ഇന്നലെ ഉച്ചയ്ക്ക് തന്നെ പുസ്തകം കിട്ടിയെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ചർച്ച നടക്കുന്നുണ്ട് ഇതിനിടയ്ക്ക്. അതുപോലെ തന്നെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണങ്ങളിൽ എനിക്ക് വ്യക്തമായൊരു കാര്യം, ഇത് പുറത്തു പോകാൻ 2 പേർക്കേ പറ്റൂ. ഇത് പുറത്തുവിടാൻ. ഒന്ന് DC ബുക്സിൻ്റെ
ഉടമയായ രവി DCക്ക്, രണ്ടാമത് സാക്ഷാൽ EP ജയരാജന്. അല്ലാതെ ആർക്കും പുറത്തുള്ള ഇത് പിടിക്കപ്പെടും. ഞാൻ പറഞ്ഞത് നമ്മൾ ഡിജിറ്റൽ മേഖലയിലുള്ള കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിക്കപ്പെടുന്നതല്ല. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊരു കമ്പ്യൂട്ടറിൽ നിന്നാണ് ജനറേറ്റ് ചെയ്യുന്നത്, ഇത് PDF ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. ഇത് അയച്ചു കൊടുത്ത മൊബൈൽ EP ജയരാജനായിട്ട് ബന്ധമുള്ള ഈ നമ്മൾ ആരെ സംശയിക്കുന്നോ അവരുടെ മൊബൈൽ ഇപ്പോൾ എത്ര ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ എടുക്കാൻ പറ്റും. ഇതൊരു ഡിജിറ്റൽ തെളിവാണ്. ഇതങ്ങനെ ജയരാജൻ പ്രതിക്കൂട്ടിലാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നമ്മൾ EP-യുടെ ഒരു പിണക്കത്തിന്റെ വഴിയും കൂടെ ഒന്ന് ഈ സമയത്തൊന്ന് പരിശോധിച്ചാൽ, ഈ 2 ടേം നിബന്ധന CPM കൊണ്ടുവന്നു. അതായത് മത്സരിക്കുന്നതിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മത്സരിക്കുന്നതിൽ 2 ടേം കഴിഞ്ഞാൽ മാറണം. അപ്പോൾ മട്ടന്നൂരിൽ വലിയ മൃഗീയ ഭൂരിപക്ഷത്തിൽ 2 തവണയും ജയിച്ച EP ജയരാജന് മാറേണ്ടി വരുന്നു. അവിടെ KK ശൈലജയ്ക്ക് പാർട്ടി KK ശൈലജ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. EP ജയരാജന് മട്ടന്നൂരിൽ മത്സരിക്കാൻ വലിയ താല്പര്യം, 3ാമത് മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. രണ്ടാമതും പിണറായി സർക്കാർ അധികാരത്തിൽ വരുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. വീണ്ടും മന്ത്രിയാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു എന്നാണ് EP ജയരാജനുമായി ബന്ധപ്പെട്ട ആൾക്കാർ പറയുന്നത്. അതോടുകൂടി സത്യത്തിൽ EP പാർട്ടിയുമായിട്ട് ഉടക്കുന്നൊരു സാഹചര്യം വന്നു. പാർട്ടിയുമായി ഒരു നിസ്സഹകരണ രീതിയിലേക്ക് EP പോകുന്നു. മാത്രമല്ല അതിന് ശേഷം പിന്നീട് നമ്മൾ കണ്ടതാണ് കോടിയേരി ഇടപെടുന്നു. കോടിയേരി ഈ പിണക്കത്തിൽ ഇടപെടുന്നു. EP ജയരാജന് കൺവീനർ സ്ഥാനം കൊടുത്ത് അനുനയിപ്പിക്കുന്നു. EP ജയരാജൻ, അതായത് EP ജയരാജന് പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഒന്ന്, EP ജയരാജനെ മറികടന്ന് കോടിയേരി മുന്നിൽ വന്ന് PB അംഗമായി, പാർട്ടി സെക്രട്ടറിയായി. ഓക്കെ, EP ജയരാജൻ ക്ഷമിച്ചു. പക്ഷേ അത് കഴിഞ്ഞ് ഈ കോടിയേരി മാറുന്നു. കോടിയേരിയുടെ മരണത്തോടു കൂടി തൻ്റെ ഭാഗത്തേക്ക് സെക്രട്ടറി സ്ഥാനം വരുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. പക്ഷേ അവിടെ MV ഗോവിന്ദൻ വരുന്നു. MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആവുന്നു. അതോടുകൂടി കൺവീനർ സ്ഥാനത്ത് ഇരുന്ന EP ജയരാജൻ പൂർണ്ണമായി ഉടക്കുന്ന ഒരു സാഹചര്യം വരുന്നു. പാർട്ടി LDF കമ്മിറ്റികൾ വിളിക്കുന്നില്ല, LDFിൻ്റെ ഏകോപനം ശരിയാവുന്നില്ല. അങ്ങനെ ആ രീതിയിൽ പാർട്ടി പ്രതിസന്ധിയിലാവുന്ന ഒരു സാഹചര്യം വരുന്നു. അത് കഴിയുമ്പോൾ ഈ EP ജയരാജനും MV ഗോവിന്ദനുമായിട്ടുള്ള ഒരു ശീതസമരം കണ്ണൂർ രാഷ്ട്രീയത്തിൽ നേരത്തെ തന്നെ ഉള്ള ആളാണ് അദ്ദേഹം. EP ജയരാജനെ പോലെ ഒരു ഫണ്ട് റൈസിങ്ങിൻ്റെ ആളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഘാടന രീതിയിൽ ആളല്ല. തീർത്തും വിഭിന്നമായ സംഘാടന ശേഷിയും പാർട്ടി ഒരു അച്ചടക്ക രീതിയിൽ പോകുന്ന ഒരു മാഷ് പോലെ, ഒരു സാറിനെ പോലെ പാർട്ടിയെ നിയന്ത്രിക്കുന്ന ആളുമാണ് MV ഗോവിന്ദൻ. ആ ഒരു ആശയഗതിയിൽ തന്നെ ഇവർ തമ്മിൽ ചില അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പിന്നീടുള്ള ഭാഗമാണ് നമ്മൾ ബാക്കി കണ്ടത്. അതായത് അതെ, EP ജയരാജൻ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു, ആരോഗ്യ കാര്യങ്ങൾ പറഞ്ഞ് മാറി നിൽക്കുന്നു. അവസാനം പാർട്ടി കടുപ്പിക്കുന്നതോടുകൂടി വീണ്ടും കൺവീനർ സ്ഥാനം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴാണ് റിസോർട്ട് വിവാദം വരുന്നത്. റിസോർട്ട് വിവാദം വന്നു. അതിൽ EP ജയരാജന് ജാഗ്രത കുറവുണ്ടായി എന്ന് പറഞ്ഞ് പിണറായി തന്നെ നേരത്തെ പറഞ്ഞ വാക്കുകളിലൂടെ EP ജയരാജനെ തള്ളിപ്പറയുകയാണ്. അതിനിടയിലാണ് പിന്നീട് എന്താണ് വന്നത്? പിന്നീടാണ് ഈ ജാവദേക്കർ വിഷയം വരുന്നത്. ഇപ്പോൾ ഈ വിഷയം വരുന്നത്. ഇങ്ങനെ ഒരു ചെയിൻ ഓഫ് ഇവൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ പറയാം. സന്ദീപ് വാര്യറിൻ്റെ വാക്കുകൾ കടമെടുത്താൽ ചെയിൻ ഓഫ് ഇവൻസ് EP ജയരാജനും പാർട്ടിയുമായിട്ടുള്ള പടലപ്പിണക്കത്തിലുണ്ട്. അതായത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, EP ജയരാജൻ MV രാഘവൻ പാർട്ടിയിൽ നിന്ന് പോയതിനു ശേഷം കണ്ണൂരിലെ പാർട്ടിയെ പിടിച്ചു നിർത്തിയതിൽ പ്രധാനപ്പെട്ട ആൾക്കാരിൽ ഒരാളാണ് EP ജയരാജൻ. ആരൊക്കെയാണ്? പിണറായി വിജയൻ, EP ജയരാജൻ, കോടിയേരി ബാലകൃഷ്ണൻ. ഈ രീതിയിലാണ്. പിണറായി കഴിഞ്ഞാൽ അടുത്ത പറയുന്ന പേര് EP ജയരാജൻ്റേതാണ്. അങ്ങനെ നിന്ന EP ജയരാജൻ ഒന്ന് ആലോചിച്ച് നോക്കൂ, പിണറായി മന്ത്രിസഭയിൽ നിന്ന് ഒരു ഘട്ടത്തിൽ ഒരു വിവാദത്തിന്റെ പേരിൽ EP ജയരാജൻ പുറത്തു പോയിട്ട് വളരെ പെട്ടെന്ന് തിരിച്ച് പാർട്ടി കൊണ്ടുവരികയും ചെയ്തു. അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു EP ജയരാജൻ. പക്ഷേ EP ജയരാജനും പിണറായിയുമായി ചില അസ്വാരസ്യങ്ങൾ, EP ജയരാജൻ നടത്തിയ ചില നീക്കങ്ങൾ, ആ നീക്കങ്ങൾ എന്താണെന്നുള്ളത് എനിക്ക് വ്യക്തതയില്ല. പക്ഷേ ഞാൻ പറഞ്ഞു കേട്ട ചില കാര്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വളരെ ക്ഷോഭിച്ച് പിണറായി വിജയൻ EP ജയരാജൻ്റെ അടുത്ത് സംസാരിക്കുകയും അതോടുകൂടിയാണ് അടുത്ത ദിവസം EP ജയരാജൻ വാർത്താ സമ്മേളനം നടത്തി ഈ പിണറായി വിജയൻ മഹാനാണ് എന്ന് പരാമർശം നടത്തുന്നതൊക്കെ ഒരുപാട് രാഷ്ട്രീയ കൗതുകങ്ങളുണ്ടായ സമയമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് EPക്ക് ആകെ പ്രശ്നത്തിലാവുന്ന രീതിയിൽ EP എന്ത് പറഞ്ഞാലും അത് പ്രശ്നത്തിലാവുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഈ പുസ്തക വിവാദം വരുമ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. എങ്ങനെയാണ് ഈ ഷാനോസ് നോക്കി കാണുന്നത്? EP ജയരാജനെ പോലെ ഇപ്പോൾ EP ജയരാജൻ്റെ പ്രശ്നം എന്താണ്? ഈ 75 വയസ്സാണോ പ്രശ്നം? അതായത് 75 വയസ്സോടുകൂടി കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിയേണ്ടി വരും. 75 വയസ്സ് ഇത് ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു പ്രമുഖ സ്ഥാനത്ത്, പാർട്ടിയുടെ പ്രമുഖ സ്ഥാനത്തോ അതല്ലെങ്കിൽ LDFിൻ്റെ പ്രമുഖ സ്ഥാനത്തോ അദ്ദേഹത്തെ വേണ്ട രീതിയിൽ ഗൗനിക്കുന്ന രീതിയിലോ ഇല്ല. ഇതൊക്കെയാണോ EP ജയരാജൻ്റെ പ്രശ്നം?
ഞാൻ അതിനൊരു കഥ പറയാം. 2011 അവസാനം 2012 ഈ വിവാദമായ പത്തനംതിട്ട ഒരു CPM ജില്ലാ സമ്മേളനം, ഇപ്പോൾ സമ്മേളന കാലമാണല്ലോ. അന്ന് ആ CPM സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള പിണറായി വിജയനാണ് പങ്കെടുക്കുന്നത്. ഈ സമ്മേളനത്തിന് അവസാന ഘട്ടം വന്നപ്പോഴത്തേക്ക് സമ്മേളന പ്രതിനിധികളല്ലാത്ത 4 പേര് പുറത്തുനിന്ന് മത്സരിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അപ്പം ഈ മത്സരിക്കുന്ന 4 പേരും പിണറായി പക്ഷക്കാരാണ്. പക്ഷേ പിണറായി വിജയൻ തന്നെ ഇവരോട് മത്സരിക്കരുത് എന്ന നിർദ്ദേശം കൊടുത്തു. മത്സരിക്കാൻ പാടില്ല, സമ്മേളനത്തിൽ മത്സരം, പിണറായിയുടെ സ്റ്റൈലിൽ സമ്മേളനത്തിൽ മത്സരം വേണ്ടെന്നുള്ളതാണ്. പക്ഷെ ഇവർക്ക് ഭയങ്കര പ്രശ്നമായി. ഈ 4 പേർക്കും ഈ മത്സരിക്കാൻ കഴിയില്ലല്ലോ. കാരണം പിണറായിക്ക് വേണ്ടി നിന്നിട്ടും മത്സരിച്ച് 12 VS പക്ഷത്തിന് ആധിപത്യമുള്ള സ്ഥലമാണ്. അവിടെ മത്സരിച്ച് ജയിച്ചു വരാൻ വേണ്ടി ആഗ്രഹിച്ച 4 പിണറായി പക്ഷക്കാരെ പിണറായി തന്നെ തടയുകയാണ്. അപ്പോൾ ആ പിണറായി പക്ഷക്കാരായ ആളുകൾ വേറെ സമ്മേളനത്തിൽ, അന്ന് വടക്കും സമ്മേളനം തെക്കൻ സമ്മേളനം അങ്ങനെയാണല്ലോ CPM ജില്ലാ സമ്മേളനം നടക്കുന്നത്. അന്ന് വടക്ക് ഏതോ ജില്ലയിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന EP ജയരാജനാണ് ഇവർ വിളിക്കുന്നത്. ഇതിന്റെ ആളുകൾ അന്ന് പിണറായി പക്ഷത്തുള്ള പത്തനംതിട്ട പിണറായി അനുനയിപ്പിക്കാൻ. അങ്ങനെ ഇവരുടെ വിളി കേട്ട് EP ജയരാജൻ പിണറായി വിളിച്ച് പറയുകയാണ് അവര് വരുന്നതാണ് നല്ലത്, അവർ വന്നാലേ പത്തനംതിട്ടയിലെ അത്രത്തോളം പിണറായിക്ക് മേലെ സ്വാധീനമുള്ള ആളാണ്. മാത്രമല്ല അതിനുശേഷം ഞാൻ പറഞ്ഞത്, അതിനുശേഷം ഞാൻ ഈ വാർത്തകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചില ആളുകളുമായി സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, അടുത്ത ആൾ സംസ്ഥാന സെക്രട്ടറി ഇത്ര ബന്ധമൊക്കെ ഉണ്ടല്ലോ. കാരണം പിണറായി വിജയനായിട്ട് ഇത്രയും നേർക്ക് നേർ ബന്ധമുള്ള ആളെന്ന നിലയ്ക്ക് അടുത്ത സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ഇദ്ദേഹം തന്നെ വരുമായിരിക്കുമല്ലോ എന്നുള്ള സംശയം പറയുമ്പോഴത്തേക്ക് ഇവർ ഈ ചോദ്യം, ഈ പറയുന്ന പത്തനംതിട്ടയിലെ പ്രധാനപ്പെട്ട CPM നേതാക്കന്മാർ ഇതേ ചോദ്യം അന്ന് ചോദിച്ചിട്ടുണ്ട്. അവർക്ക് ഡയറക്റ്റ് ബന്ധമുണ്ട്. അപ്പം ചോദിച്ചാൽ പറഞ്ഞ് അങ്ങനെയൊന്നും അല്ല നമ്മുടെ പാർട്ടിയുടെ സ്ഥിതി. നമ്മുടെ പാർട്ടിയുടെ സ്ഥിതി എന്ന് വെച്ചാൽ പിണറായി സഖാവ് ഒഴിയുമ്പോഴത്തേക്ക് കോടിയേരി സഖാവ് വരും. കോടിയേരി സഖാവ് വന്നിട്ട് ശേഷമേ ഞാൻ വരത്തുള്ളൂ. ഞാൻ പോയതിനു ശേഷം സ്വാഭാവികമായിട്ടും ഗോവിന്ദ മാഷ് വരും. എന്നുവെച്ചാൽ ഈ ഒരു ശൃംഖല ഞാനീ പറഞ്ഞ 2012, ഇന്ന് 12 വർഷത്തിന് മുമ്പത്തെ കഥയാണ് ഈ പറയുന്നത്, അന്നേ ഉണ്ട്. പക്ഷെ അതിൽ ഇളക്കം തട്ടിയത് കോടിയേരി ബാലകൃഷ്ണ മരണത്തെ തുടർന്ന് EP ജയരാജന് പകരം MV ഗോവിന്ദൻ മാഷ് സെക്രട്ടറി പദത്തിലേക്ക് വരുമ്പോഴാണ് ഇതിനകത്ത് അസ്വാരസ്യങ്ങൾ പുകയുന്നത്. അപ്പോഴും EP ജയരാജൻ എന്ന് പറയുന്നത് വളരെ സംഘടനാപരമായി മികവുള്ള നേതാവാണ്. ദേശാഭിമാനിയെ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന രീതി ഒക്കെ, ദേശാഭിമാനിയിൽ മികച്ച ശമ്പളം ഏർപ്പെടുത്തി നല്ല രീതിയിൽ ദേശാഭിമാനിയെ മുന്നോട്ട് നയിച്ച ജനറൽ മാനേജറായിരുന്നു. വിവാദം ഉണ്ടായിട്ടുണ്ട് സാന്റിയാഗോ മാർട്ടിനുമായിട്ട് ബന്ധപ്പെട്ട്, പക്ഷേ അതെല്ലാം പാർട്ടി പ്രതിരോധിച്ചു. പക്ഷേ EP ജയരാജൻ ഇപ്പോൾ പാർട്ടിക്ക് ഒരു ബാധ്യതയായി മാറുന്ന സാഹചര്യം, EP ജയരാജൻ എന്തിൽ തൊട്ടാലും അത് വിവാദമാകുന്ന ഒരു അവസ്ഥ, പാർട്ടിക്ക് മുട്ടൻ പണിയായിട്ട് അത് തിരിച്ചടിക്കുന്ന സാഹചര്യം. എന്തായാലും CPM EP ജയരാജനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ വിവാദങ്ങളിലും അമർഷത്തിലാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. EP ഇനി പാർട്ടിയുടെ നടപടിയിലേക്ക് പോകുമോ, അല്ലെങ്കിൽ EPക്ക് മേൽ പാർട്ടിയുടെ നടപടി വരുമോ എന്ന് മാത്രമാണ് ഇനി കാത്തിരിക്കേണ്ടത്. എന്തായാലും നിർണായകമായ ഒരു ഉപതെരഞ്ഞെടുപ്പ് ദിവസം വന്ന വിവാദത്തിന് EP പ്രതിരോധം തീർത്തു എങ്കിൽ പോലും അത് വളരെ ദുർബലമാണ് എന്നുകൂടി നമ്മൾ പറയേണ്ടി വരും.